Good morning to all. Voice clear ആണോ? സങ്കീർത്തന, അനുപമ, അമൽ. Yes, ma'am. Okay. So, okay, good morning to all. So, in the last class, we have studied about Banker's algorithm. Okay, in Banker's algorithm, there are two sub-algorithms. Okay, that is, one is safety algorithm and the other is resource request algorithm. So, based on that algorithm, we will be having a problem. Okay, the question will be asked based on this Banker's algorithm. So, according to the question, sometimes you have to perform safety algorithm, otherwise resource request algorithm. Okay, so we have looked this algorithm. Okay, what is safety algorithm? To check whether a system is safe or not. Okay, that is safety algorithm, and this is the algorithm. Okay, and resource request algorithm we have studied. Okay, these are the conditions. Check these two conditions, and if that two conditions are true, you have to follow these three steps. Okay, modify these steps, then you can
say that whether the request has to be granted immediately or not. Okay, safety algorithm actually gives whether a system is safe or not. Okay, if it is safe, then it is deadlock free. Otherwise, there will be a chance for deadlock. That is safety. And what is resource request? Suppose a process is requesting for a resource, you have to perform this algorithm, okay, to check that request can be granted immediately. ഒരു റിക്വസ്റ്റ് വന്നു ഒരു പ്രോസസ്സർ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആ റിക്വസ്റ്റ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഗ്രാൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ടിയിട്ടുള്ള ഒരു അൽഗോരിതം ആണ് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം. ഓക്കെ, സോ ഹിയർ ഓൾസോ യു ഹാവ് ടു പെർഫോം ദിസ് അൽഗോരിതം. ഇത് അൽഗോരിതം പെർഫോം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സേഫ്റ്റി അൽഗോരിതം ചെയ്യണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ സേഫ് ആണെങ്കിൽ ദ റിസോഴ്സ് ക്യാൻ ബി ഗ്രാൻഡഡ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറയാം. ഓക്കെ, സേഫ്റ്റി അൽഗോരിതം ക്വസ്റ്റ്യനിൽ ജസ്റ്റ് സേഫ് ഓർ നോട്ട് ആണ് ചോദിച്ചതെങ്കിൽ സേഫ്റ്റി അൽഗോരിതം മാത്രം പെർഫോം ചെയ്താൽ മതി. ഓക്കെ, ഈ സ്റ്റെപ്സ് വെച്ചിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇനി റിസോഴ്സ് റിക്വസ്റ്റ്, അതിന് ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ സപ്പോസ് P1 പ്രോസസ് ഇസ് റിക്വസ്റ്റിംഗ് ഫോർ R1, ഓക്കെ, വെദർ ദാറ്റ് റിക്വസ്റ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ഓർ നോട്ട്, അതായിരിക്കും ക്വസ്റ്റ്യൻ. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം പെർഫോം ചെയ്യുക ഫസ്റ്റ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് പെർഫോം സേഫ്റ്റി അൽഗോരിതം. അപ്പോൾ സേഫ് ആണ് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം പെർഫോം ചെയ്തിട്ട് ഇവിടെ അപ്ഡേഷൻസ് ഒക്കെ വരുത്തിയിട്ട് ദെൻ സേഫ്റ്റി അൽഗോരിതം പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് ഇഫ് യു ആർ ഗെറ്റിംഗ് ഇറ്റ് ആസ് സേഫ് ആണെങ്കിൽ ദെൻ യുവർ ആൻസർ ഈസ് ദാറ്റ് റിക്വസ്റ്റ് ക്യാൻ ബി ഗ്രാൻഡഡ് ഇമ്മീഡിയറ്റ്ലി, അതർവൈസ് ദ റിക്വസ്റ്റ് ഷുഡ് നോട്ട് ബി ഗ്രാൻഡഡ്. അതാണ് റിസൾട്ട്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നമ്മൾ നോക്കിയതാണ്. സി, ഇതായിരുന്നു എക്സാമ്പിൾ. ഓക്കെ, ബാങ്കേഴ്സ് അൽഗോരിതത്തിന്റെ എക്സാമ്പിൾ 5 പ്രോസസ് ഉണ്ടായിരുന്നു. A, B, C എന്ന് പറഞ്ഞ റിസോഴ്സസ് ആണ്. A 10 instance, B 5 instance, C 7 instance ആണ്. So at a time T0, allocation metrics maximum and available are given. Okay, so ഇതിൽ allocation means allocated. ഓരോ പ്രോസസ്സിനും allocate ചെയ്ത റിസോഴ്സസ് എന്താണോ അതാണ് allocationൽ വരുന്നത്. maximum means അവരുടെ maximum need. Okay, maximum need ആണ് max, and available is the available resources in the system. Okay, so these are the 3 data given. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിൽ ചെക്ക് ചെയ്യാം. എങ്ങനെയാ നിങ്ങൾക്ക് അവൈലബിൾ മനസ്സിലാക്കുക? സി, എ എന്ന് പറഞ്ഞ റിസോഴ്സ് ടോട്ടൽ 10 ആണ്. 10 ഇൻസ്റ്റൻസസ് ഉണ്ട്. ഓക്കെ, 10 വെറൈറ്റീസ് ഓഫ് എ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ട്. അപ്പൊ നമ്മൾ നോക്കൂ, ദർ ആർ 5 പ്രോസസ്. 5 പ്രോസസ്സിനും എ എത്ര അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്? 0, 2, 3, 2. അപ്പോൾ 2 + 3 5, 5 + 2 7. 7 എസ് അലോക്കേറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ബാലൻസ് ഈസ് 3 അല്ലെ. 10 ആയിരുന്നു ടോട്ടല്, അതിൽ 7 അലോക്കേറ്റ് ചെയ്തു. സോ ബാലൻസ് ഓഫ് എ ഈസ് 3. അങ്ങനെയാണ് അവൈലബിൾ കിട്ടുന്നത്. അത് ശരിക്കും നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെക്ക് ചെയ്യാം. അതുപോലെ ബി 5 ആണുള്ളത്. എത്ര അലോക്കേറ്റ് ചെയ്തു? 1, 2. 2 അലോക്കേറ്റ് ചെയ്തിട്ടുള്ളൂ. ബാലൻസ് ഈസ് 5 - 2 3. ആൻഡ് വാട്ട് അബൌട്ട് സി? 2 + 1 3, 3 + 2 5. ഓക്കെ, ടോട്ടൽ 7 ആണ്. 5 അലോക്കേറ്റ് ചെയ്തു. ബാലൻസ് എത്രയാണ്? 2. ഓക്കെ, സോ ദിസ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, now you have to find out, the first question will be you have to find out the need matrix. Okay, need matrix കണ്ടുപിടിക്കണം. need matrix എന്താണ്? what is the equation for need matrix? it will be max minus allocation. Okay, max value will be given, allocation value will be given. you have to just subtract those values and you will get the need matrix. Okay, 7 5 3. Okay, consider P0. the maximum possible request will be 753 and allocate this 0 1 0. ഓക്കെ, അപ്പൊ മാക്സിമം അവർക്ക് 7 എ വേണം, 5 ബി വേണം, 3 സി വേണം. നൗ അറ്റ് പ്രസന്റ് ദേ ഹാവ് 0 എ 1 ബി ആൻഡ് 0 സി. സോ വെൻ യു ആർ ഗോയിങ് ടു സബ്ട്രാക്ട് ദിസ് യു വിൽ ഗെറ്റ് ദ നീഡ് മെട്രിക്സ്. ഓക്കെ, 7 - 0, 5 - 1, 3 - 0. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? നീഡ് മെട്രിക്സ് കിട്ടും. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിൽ ബി യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ നീഡ് മെട്രിക്സ്. ഓക്കെ, അപ്പൊ നീഡ് മെട്രിക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇറ്റ് ഈസ് മാക്സിമം മൈനസ് അലോക്കേഷൻ ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ് ഏർലിയർ. ഓക്കെ, that is the first question. And the second question is, this is the second question, is the system safe? Is the system safe? If yes, what is the safe sequence? You have to find out the safe sequence. So safe ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ you have to apply Banger's algorithm, and in that you have to apply safety algorithm. Okay, safety algorithm വെച്ചിട്ടാണ് നമ്മൾ സേഫ് ആണോ അല്ലയോ നോക്കുന്നത്. ഓക്കെ, സോ സേഫ്റ്റി അൽഗോരിതം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അതിൽ നമ്മൾ ജസ്റ്റ് അൽഗോരിതം തന്നെ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക. ഇത്രയും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരില്ല. ഇഫ് യു ആർ ഡൂയിങ് മീൻസ് ഇഫ് യു ഹാവ് ദ പ്രാക്ടീസ് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് എഴുതാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക? വർക്ക് ഈക്വൽ ടു അവൈലബിൾ ആക്കുക,
കറന്റ് വർക്ക് നമുക്ക് അവിടെ അവൈലബിൾ ആക്കി സെറ്റ് ചെയ്തു, ഫിനിഷ് എല്ലാം ഫോൾസ് ആയിരിക്കും. ലാസ്റ്റ് ഈ അൽഗോരിതം പെർഫോം ചെയ്തിട്ട് ലാസ്റ്റ് ഫിനിഷ് എന്ന് പറഞ്ഞ ഒരു വെക്ടർ ഫുൾ ട്രൂ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ then the system is safe. If any of this value comes false, then the system will be in unsafe state. ഓക്കെ, ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ പ്രോബ്ലം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. I equal to 0 ഓരോ ഇപ്പൊ 5 പ്രോസസ് ഉണ്ടെങ്കിൽ 5 ടൈംസ് I equal to 0 1 2 3 4 5 അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, അതിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കുക. ഈ കണ്ടീഷൻ നീഡ് ഗ്രേറ്റർ ദാൻ വർക്ക് എന്നുള്ള കണ്ടീഷൻ ആണ്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സേഫ് സീക്വൻസിലോട്ട് വെക്കാം. അല്ലെങ്കിൽ നെക്സ്റ്റ് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, ആ ഓർഡർ കിട്ടും. ഓക്കെ, എന്നിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഇത്ര ഇവിടെ വരെ ചെയ്തപ്പോ 3 ഫോൾസ് ആണ്. സോ കംപ്ലീറ്റ് ട്രൂ ആവുന്നവരെ ലൂപ്പ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, I 1 2 3 4 പിന്നെയും I 0 1 2 ഇങ്ങനെ ലൂപ്പ് ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ, ലൂപ്പ് ചെയ്തുകൊണ്ട് നിന്നിട്ട് കംപ്ലീറ്റ് എന്താണ് ട്രൂ ആയി കഴിഞ്ഞാൽ സേഫ് സീക്വൻസ് ആണ്. ആ സീക്വൻസ് നോട്ട് ചെയ്യാം. ഓക്കെ, സോ അതാണ് ക്വസ്റ്റ്യൻ വരിക. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതാണ്. ഓക്കെ, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സേഫ് സീക്വൻസ്. ഓക്കെ, മേ ബി മാക്സിമം 3 ക്വസ്റ്റ്യൻസ് വരെ ഈ ഒരു സെക്ഷനിൽ പോസിബിൾ ആണ്. കാരണം 9 മാർക്സിനാണ് പ്രോബ്ലം വരിക. 3 ക്വസ്റ്റ്യൻസ് വരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വിൽ ബി നീഡ് മെട്രിക്സ്, second will be safe sequence, and third question will be this one. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, third question means what will happen if process P1 request one additional instance of resource type A and 2 instances of resource type C. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൽ നമ്മൾ റിക്വസ്റ്റ് ആണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ P1 എന്ന് പറഞ്ഞ പ്രോസസ്സ് റിക്വസ്റ്റ് ചെയ്യാണ് എന്തിന്, 1 ഇൻസ്റ്റൻസ് ഓഫ് A and 2 ഇൻസ്റ്റൻസ് ഓഫ് C. ഓക്കെ, എയും സിക്കും വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. സോ യു ഹാവ് ടു ചെക്ക് വെദർ ദിസ് റിക്വസ്റ്റ് ക്യാൻ ബി ഗ്രാൻഡഡ്. ഓക്കെ, ബൈ പെർഫോമിംഗ് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം. ഓക്കെ, അവിടെ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം ആണ്. കാരണം അവിടെ റിക്വസ്റ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ബാങ്കേഴ്സ് അൽഗോരിതം യൂസ് ചെയ്യണം. ആൻഡ് അതിൽ ഏത് അൽഗോരിതം യൂസ് ചെയ്യുക, റിസോഴ്സ് റിക്വസ്റ്റ് ആണ്. ദിസ് വോണ്ട് ബി സ്പെസിഫൈഡ് ഇൻ ദ ക്വസ്റ്റ്യൻ. യൂസിംഗ് ബാങ്കേഴ്സ് അൽഗോരിതം എന്ന് മാത്രമേ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുള്ളൂ. ആൻഡ് യു ഹാവ് ടു സെലക്ട് വെദർ ഇറ്റ് ഈസ് സേഫ്റ്റി ഓർ റിസോഴ്സ് റിക്വസ്റ്റ്. ഓക്കെ, അപ്പൊ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത്. സോ ഇവിടെ വന്ന റിക്വസ്റ്റ് എന്താണ്, P1 എന്ന് പറഞ്ഞ പ്രോസസ് ആണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് റിക്വസ്റ്റ് 1. ഓക്കെ, റിക്വസ്റ്റ് 1 എന്ന് പറഞ്ഞു കൊടുക്കാൻ കാരണം ഇറ്റ് ഈസ് P1. ഓക്കെ, റിക്വസ്റ്റ് 1 ഈക്വൽ ടു ഏതൊക്കെ റിസോഴ്സ് ആണ്, A B C. ദർ ആർ 3 റിസോഴ്സസ്. അതിൽ 1 റിസോഴ്സ് ഓഫ് A, 0 റിസോഴ്സ് ഓഫ് B ആൻഡ് 2 റിസോഴ്സ് ഓഫ് C. ഓക്കെ, ഇൻസ്റ്റൻസസ് ആണ് പറയുന്നത്. ഓക്കെ, 1A 2C ആണ് അവർക്ക് വേണ്ടത്. ഓക്കെ, അഡീഷണലി ഈ റിസോഴ്സും കൂടെ അവർക്ക് റിക്വസ്റ്റ് ചെയ്യണം. അവര് അത് കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ ഈ അൽഗോരിതം വെച്ച് ഡിസൈഡ് ചെയ്യും. ഓക്കെ, 1A 0B 2C, ദിസ് ഈസ് ദ റിക്വസ്റ്റ്. ഓക്കെ, സോ പെർഫോം ദ അൽഗോരിതം. വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അൽഗോരിതം? നമുക്ക് ആകെ 3 സ്റ്റെപ്സേ ഉള്ളൂ അൽഗോരിതത്തിന്. ഫസ്റ്റ് ഈ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യുക. തേർഡ് വൺ, ഇഫ് ദീസ് 2 കണ്ടീഷൻസ് ആർ ട്രൂ ദെൻ അപ്ഡേറ്റ് ദോസ് വാല്യൂസ്. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ഈ അൽഗോരിതം പെർഫോം ചെയ്തതിന് ശേഷം you have to perform the safety algorithm. Okay, അപ്പൊ സേഫ് സീക്വൻസ് നിങ്ങൾക്ക് കിട്ടും. സേഫ്റ്റി സിസ്റ്റം സേഫ് ആണെങ്കിൽ യു ക്യാൻ ഗ്രാൻഡ് റിക്വസ്റ്റ്. അതാണ് കൺക്ലൂഷൻ. നോക്കാം. സി വാട്ട് ഈസ് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം? ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, റിക്വസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നീഡ് ആണോ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് കണ്ടീഷൻ എന്താ, റിക്വസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അവൈലബിൾ ആണോ ചെക്ക് ചെയ്യുക. if both these conditions comes true, you can perform these steps. എന്താണ്, അവൈലബിൾ ഈക്വൽ ടു അവൈലബിൾ മൈനസ് റിക്വസ്റ്റ് ചെയ്യുക, അലോക്കേഷൻ ഈക്വൽ ടു അലോക്കേഷൻ പ്ലസ് റിക്വസ്റ്റ്, നീഡ് ഈക്വൽ ടു നീഡ് മൈനസ് റിക്വസ്റ്റ്. ഓക്കെ, ഇത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു പെർഫോം സേഫ്റ്റി അൽഗോരിതം. ഓക്കെ, സേഫ് ആണോ അല്ലയോ എന്ന് നോക്കുക. സേഫ് ആണെങ്കിൽ ഗ്രാൻഡ് ചെയ്യാം, അൺസേഫ് ആണെങ്കിൽ ദ റിക്വസ്റ്റ് ഷുഡ് നോട്ട് ബി ഗ്രാൻഡഡ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. സി ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു പെർഫോം റിക്വസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നീഡ് ആണോ ചെക്ക് ചെയ്യണം. ഓക്കെ, നമ്മുടെ ഇതായിരുന്നു ഇനീഷ്യൽ കേസ്, ഇതായിരുന്നു ഗിവൻ ക്വസ്റ്റ്യൻ. ഓക്കെ, അതിന് നീഡ് മെട്രിക്സ് എന്താണ്, P1 ആണ് പറയുന്നത്. P1ന്റെ കേസ് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, P1ന്റെ കേസിൽ അലോക്കേറ്റഡ് 200 ആയിരുന്നു, മാക്സിമം 322 ആണ്. അവരുടെ നീഡ് എന്താണ്, 122 ആണ് നീഡ്. ഓക്കെ, നീഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളത് 122 ആണ്. ഓക്കെ, അവരെ ഇപ്പൊ റിക്വസ്റ്റ് ചെയ്തത് എത്രയാണ്, ഇപ്പൊ റിക്വസ്റ്റ് ചെയ്തത് 102. ഓക്കെ, റിക്വസ്റ്റ് ചെയ്തത് 102 ആണ്. അവർക്ക് അവരുടെ നീഡ് എത്രയായിരുന്നു, 122 ആണ് നീഡ്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, റിക്വസ്റ്റ് ലെസ് ദാൻ നീഡ് ആണോ ചെക്ക് ചെയ്യുക.
Okay, that is 102 less than 122, and that comes true. Okay, true ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താ, റിക്വസ്റ്റ് ലെസ് ദാൻ അവൈലബിൾ ആണോ ചെക്ക് ചെയ്യുക. ഈ റിക്വസ്റ്റ് 1 എന്ന് പറഞ്ഞു കൊടുക്കാൻ കാരണം പ്രോസസ് 1 ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 1 സ്റ്റാൻഡ്സ് ഫോർ ദാറ്റ് പ്രോസസ് നമ്പർ. Okay, so request less than available. What is our available metric? See, this is our available. നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് 3A, 3B and 2C ആണ്. ഓക്കെ, സോ എന്താണ് നമ്മൾ നോക്കുന്നത്, റിക്വസ്റ്റ്, our request is 102. Okay, 102 less than 332 ആണോ ചെക്ക് ചെയ്യും, and that also is true. ഓക്കെ, ഇപ്പൊ രണ്ട് സ്റ്റെപ്പും ട്രൂ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ റിസോഴ്സ് അൽഗോരിതം എന്താ ചെയ്യുന്നത്, സ്റ്റെപ്പ് 3 നമ്മൾ മോഡിഫിക്കേഷൻസ് ആണ് ചെയ്യുന്നത്. ആരൊക്കെ മോഡിഫൈ ആവുക, അവൈലബിൾ കുറക്കണം. ഓക്കെ, അവൈലബിൾ എപ്പോഴും എന്താ ചെയ്യുക, കുറയുക ചെയ്യുക. കാരണം നമുക്ക് 332 അവൈലബിൾ ആണ്, അതിൻ്റെ അകത്തുനിന്ന് നമ്മളിപ്പം എന്താണ് 102 എടുക്കാൻ പോവാണ്. ഓക്കെ, സോ അവൈലബിൾ എന്ന് പറയുന്നത് റിഡ്യൂസ് ആവും. അതുപോലെ എലോക്കേഷൻ, പ്രോസസ്സിന് എന്ത് ചെയ്യും, ഈ റിക്വസ്റ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. സോ ഓൾറെഡി അലോക്കേറ്റ് ചെയ്തതിന്റെ കൂടെ ഇതും കൂടെ അലോക്കേറ്റ് ആവും, പുതിയ റിക്വസ്റ്റും കൂടെ അലോക്കേറ്റ് ആവും. ഇനി നീഡ് എന്തായിരുന്നു, അവർക്ക് നീഡ് 122 ആണ്, ബട്ട് അതിൻ്റെ അകത്ത് നിന്ന് 102 നമ്മൾ കൊടുക്കാൻ പോവാണ്. ഓക്കെ, സോ നീഡ് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ 3 വാല്യൂസിലാണ് അപ്ഡേഷൻ വരുന്നത്. എന്താ ചെയ്യുക, അവൈലബിൾ എന്ന് പറഞ്ഞാൽ ടോട്ടലി അവൈലബിളിന്റെ അകത്ത് നിന്ന് നമ്മളിപ്പോ എന്താണ് 102 എടുക്കാൻ പോവാണ്. സോ ദാറ്റ് അവൈലബിൾ ഷുഡ് ബി റിഡ്യൂസ്ഡ്. എങ്ങനെയാവണം, അവൈലബിൾ മൈനസ് റിക്വസ്റ്റ്. ഇനി എലോക്കേഷൻ പറഞ്ഞാൽ പ്രോസസ് ആ ഒരു പ്രോസസ് 1 അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാ. ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് എത്രയാണോ അതിന്റെ കൂടെ ഇപ്പോഴത്തെ റിക്വസ്റ്റും കൂടെ കൊടുക്കുക. ആൻഡ് നീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് ടോട്ടലി ആവശ്യം ഉണ്ടായത് എത്രയായിരുന്നു, 122 ആണ് ആവശ്യം ഉണ്ടായത്. സോ അതിൻ്റെ അകത്ത് നമ്മളിപ്പം ഉള്ള റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നുണ്ട്. സോ നീഡ് എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യണം. അവർക്ക് അതായത് 10A അവർക്ക് ആവശ്യമാണ്, നമ്മൾ അതിൻ്റെ അകത്ത് 5A കൊടുക്കുവാണ്. അങ്ങനെയാണെങ്കിൽ അവരുടെ പുതിയ നീഡ് എത്രയായിരിക്കും, 5A ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനീഷ്യലി 10 ആയിരുന്നു, നമ്മളിപ്പോൾ 5 റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് 5 കൊടുക്കുവാണെങ്കിൽ 10 - 5, ബാലൻസ് 5 മാത്രമേ നീഡായിട്ട് വരുള്ളൂ. സോ അതുകൊണ്ട് ഇത്രയും അപ്ഡേഷൻസ് ചെയ്തിരിക്കണം. ഓക്കെ, സോ അവൈലബിൾ ഈക്വൽ ടു അവൈലബിൾ മൈനസ് റിക്വസ്റ്റ്, അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ അലോക്കേഷൻ പ്ലസ് റിക്വസ്റ്റ്, നീഡ് ഈക്വൽ ടു നീഡ് മൈനസ് റിക്വസ്റ്റ്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നേരത്തെ ടേബിൾ എന്തായി മാറും, അപ്ഡേറ്റ് ആവും. അവരുടെ മാത്രം P1ന്റെ മാത്രമേ അപ്ഡേറ്റ് ആവുള്ളൂ. P1ന്റെ അലോക്കേഷനിൽ അപ്ഡേഷൻ വരും, പിന്നെ നീഡിൽ അപ്ഡേഷൻ വരും, ദെൻ ടോട്ടൽ അവൈലബിൾ വിൽ ബി അപ്ഡേറ്റഡ്. ഓക്കെ, അവൈലബിൾ ഈ 3 ആൾക്കാരാണ് അപ്ഡേറ്റ് ആവുക. ഒന്ന് പ്രോസസ് 1ന്റെ അലോക്കേഷൻ അപ്ഡേറ്റ് ആവും, പ്രോസസ് 1ന്റെ നീഡ് അപ്ഡേറ്റ് ആവും, ആൻഡ് ടോട്ടൽ അവൈലബിൾ റിസോഴ്സും അപ്ഡേറ്റ് ആവും. കാരണം ടോട്ടൽ അവൈലബിൾ 332 ആയിരുന്നു, അതിൻ്റെ അകത്ത് നമ്മൾ ആ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ അവൈലബിൾ എന്തായി മാറി, 230 ആയി മാറി. ഓക്കെ, ടോട്ടൽ സിസ്റ്റത്തിൽ. സോ ഇതായിട്ട് മാറും. അപ്പൊ ഇതാണ് റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം. നമ്മൾ എന്താ ചെക്ക് ചെയ്യുന്നത്, ഈ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതത്തിൽ നമ്മൾ ചെക്ക് ചെയ്യാണ് വെദർ ദാറ്റ് റിക്വസ്റ്റ് ക്യാൻ ബി ഗ്രാൻഡഡ്. അപ്പൊ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ആ ഒരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സിസ്റ്റത്തിന്റെ കണ്ടീഷൻ, ദിസ് ഇസ് ദ അപ്ഡേറ്റഡ് കണ്ടീഷൻ. ഓക്കെ, അലോക്കേഷൻ വിൽ ബി ലൈക്ക് ദിസ് വേ, നീഡ് വിൽ ബി ലൈക്ക് ദിസ് വേ, അവൈലബിൾ വിൽ ബി ലൈക്ക് ദിസ് വേ. മാക്സിമത്തിന് ചേഞ്ച് ഒന്നുമില്ല, മാക്സിമം അതിൽ മാറ്റമില്ല, കാരണം ഇത് 3 നമ്മൾ മാറ്റുന്നുള്ളൂ. സോ ദിസ് വിൽ ബി ദ ന്യൂ സിസ്റ്റം. Okay, process will be there, allocation will be there, need will be there, and available will be there. So ഇതാണ് പുതിയ സിസ്റ്റം. ഇനി ഇതിനെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സേഫ്റ്റി അൽഗോരിതം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു സിസ്റ്റം ഇതാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള അപ്ഡേറ്റഡ് സിസ്റ്റം. ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സേഫ്റ്റി അൽഗോരിതം. കാരണം നിങ്ങളിപ്പോ റിസോഴ്സ് കൊടുക്കുവാണെങ്കിൽ ഇതാണ് സിസ്റ്റത്തിന്റെ കണ്ടീഷൻ. ഇനി ഈ സിസ്റ്റം സേഫ് ആണോ നോക്കണം, അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, സേഫ്റ്റി അൽഗോരിതം പെർഫോം ചെയ്യണം. ഓക്കെ, സേഫ്റ്റി അൽഗോരിതം സെയിം ആസ് വി ഡിസ്കസ്ഡ് അബോവ്. ഓക്കെ, ഇത് തന്നെ സേഫ്റ്റി അൽഗോരിതം. പക്ഷെ ഈ ഒരു സിസ്റ്റം ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അവൈലബിൾ എന്ന് പറയുന്നത് 230 ആയിരിക്കും, അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവൈലബിൾ 230 ആണ്, അത് വെച്ചിട്ട് വേണം നമ്മൾ എല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സേഫ്റ്റി അൽഗോരിതം പെർഫോം ചെയ്യുക. സേഫ്റ്റി അൽഗോരിതത്തിൽ ഫിനിഷ് വാല്യൂ കംപ്ലീറ്റ് ട്രൂ ആയി കിട്ടിക്കഴിഞ്ഞാൽ സിസ്റ്റം സേഫ് ആണ്, ആ സീക്വൻസ് നമുക്ക് കിട്ടി. അങ്ങനെ സേഫ് ആണെങ്കിൽ ദെൻ ദ റിസൾട്ട് വിൽ ബി ദിസ് വൺ. Okay, the new system is safe so that you can immediately grant the request for the process P1. ഇതാണ് റിസൾട്ട്. നിങ്ങളുടെ തേർഡ് ക്വസ്റ്റ്യന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ റിസോഴ്സ് റിക്വസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ റിസോഴ്സ് റിക്വസ്റ്റ് അൽഗോരിതം പെർഫോം ചെയ്യുക. ജസ്റ്റ് 3 സ്റ്റെപ്സ്, സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3. എന്നിട്ട് യു വിൽ ഗെറ്റ് ദ ന്യൂ സിസ്റ്റം. ഓക്കെ, പുതിയ സിസ്റ്റം കിട്ടും. അതിൽ അലോക്കേഷൻ, ആ ഏത് പ്രോസസ്, P1 എന്ന് പറഞ്ഞ പ്രോസസ് ആണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. സോ
അതിന്റെ അലോക്കേഷനും നീഡും മാറും, ടോട്ടൽ സിസ്റ്റത്തിന്റെ അവൈലബിൾ റിസോഴ്സസും ചേഞ്ച് വരും. ഓക്കെ, ഇത് മൂന്നും ചേഞ്ച് വരും. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സേഫ്റ്റി അൽഗോരിതം പെർഫോം ചെയ്യണം. കാരണം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം സേഫ് ആണ് എന്ന് ഉറപ്പിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ then you can grant the request. This is the question asked. ഇത് നോർമലി എല്ലാ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കുന്നുണ്ട്. ഈ 3 ക്വസ്റ്റ്യനേ വരുള്ളൂ. ഓക്കെ, ഒന്ന് നീഡ് മെട്രിക്സ് കാണാനുള്ള ക്വസ്റ്റ്യൻ, ഒന്ന് സിസ്റ്റം സേഫ് ആണോ എന്ന് കാണാനുള്ള ക്വസ്റ്റ്യൻ, ഒന്ന് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ്, ഇതിൽ റിക്വസ്റ്റ് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. സി 1 റിസോഴ്സസ് ഓഫ് എ, 2 റിസോഴ്സസ് ഓഫ് സി എന്നാ പറയുന്നത്. സോ എയും സിയും മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ 0 ആയിരിക്കും. ബി റിക്വസ്റ്റ് ചെയ്യുന്നില്ല, 0. അത് വെച്ചിട്ട് വേണം പെർഫോം ചെയ്യാൻ. ഓക്കെ, ദെൻ പെർഫോം ദ സേഫ്റ്റി. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 2 അൽഗോരിതം പെർഫോം ചെയ്യേണ്ടി വരും. ഫസ്റ്റ് വൺ റിസോഴ്സ് റിക്വസ്റ്റ്, സെക്കൻഡ് വൺ സേഫ്റ്റി അൽഗോരിതം. ക്ലിയർ ആണോ? ഇനി ഇവിടെ എങ്ങനെയാ ചെയ്യുന്നത് നോക്കൂ. നമ്മുടെ m = 3, m = 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിസോഴ്സ് എ ബി സി. ഓക്കെ, നമ്പർ ഓഫ് റിസോഴ്സ് എത്രയാണ്? 3 ആണ്. എ ബി സി, അതാണ് m. n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോസസ്. നമ്മുടെ എത്ര പ്രോസസ് ഉള്ളത്? P0 മുതൽ P4 വരെ, 5 പ്രോസസ് ഉണ്ട്. ഓക്കെ, വർക്ക് ഈക്വൽ ടു എന്താ ചെയ്യുക? വർക്ക് ഈക്വൽ ടു അവൈലബിൾ ആക്കും. ഫസ്റ്റ് നമ്മുടെ അവൈലബിൾ എത്രയാണ്? പുതിയ സിസ്റ്റത്തിന്റെ അവൈലബിൾ ആണ് ചെയ്യേണ്ടത്. പുതിയ സിസ്റ്റത്തിന്റെ അവൈലബിൾ എത്രയാണ്? 230. ദാറ്റ് വിൽ ബി വർക്ക്. ഫിനിഷ് വാല്യൂ വിൽ ബി ഫോൾസ്. ഇനീഷ്യലി 5 പ്രോസസ്സിന്റെയും ഫിനിഷ് വാല്യൂ ഫോൾസ് ആയിരിക്കും. ഓക്കെ, നൗ പെർഫോം ദ ലൂപ്പ് ഫോർ i = 0. i = 0 നീഡ് നോക്കുക. ഓക്കെ, നീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ മെട്രിക്സ് തന്നെ. ഇതാണ് നീഡ്. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ നീഡ്, ഇതാ ദിസ് വൺ. അപ്പൊ P0ന്റെ കേസിലെ നീഡ് എന്താണ്? 743 ആണ്. ഓക്കെ, 743. ഫിനിഷ് ഫോൾസ് ആണ്. നീഡ് ഗ്രേറ്റർ ദാൻ വർക്ക് ആണോ നോക്കി. ശരിക്കും പറഞ്ഞാൽ നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആവണം. ഓക്കെ, ഇവിടെ നീഡ് ഗ്രേറ്റർ ദാൻ വർക്ക് ആണ്. സോ P0 എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. ഈ കണ്ടീഷൻ മാത്രമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടുള്ളൂ. അവർ കണ്ടീഷൻ ഈസ് നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക്. അപ്പൊ ഈ കേസിൽ നീഡ് എന്താണ്? ഗ്രേറ്റർ ദാൻ വർക്ക് ആണ്. P0 വെയിറ്റ് ചെയ്യണം. സോ i = 1. നെക്സ്റ്റ് പ്രോസസ്സിനെ എടുക്കും. നീഡ് ചെക്ക് ചെയ്യും. നീഡ് എത്രയാണ്? 020. കണ്ടോ, ഇതാണ് പുതിയ നീഡ്. ദാറ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണോ നോക്കി. യെസ്, അങ്ങനെയാണെങ്കിൽ P1 വിൽ ബി ദ ഫസ്റ്റ് വൺ ടു ബി എക്സിക്യൂട്ടഡ്. ഓക്കെ, സേഫ് സീക്വൻസിൽ P1 കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ദെൻ ഫിനിഷ് വാല്യൂ ട്രൂ ആക്കി വെക്കുക. P1ന്റെ ഫിനിഷ് വാല്യൂ എന്ത് ചെയ്യുക? ട്രൂ ആക്കി വെക്കുക. വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ ചെയ്യുക. വർക്ക് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ഇനീഷ്യലി വർക്ക് 230 ആണ്. അവരുടെ അലോക്കേറ്റ് ചെയ്തത് എത്രയായിരുന്നു? 302 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് പുതിയ വർക്ക് ആവുക. ഓക്കെ, കാരണം P1ന് വർക്ക് ചെയ്യാം. P1നെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ P1 റിസോഴ്സ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്തത് കൂടെ എന്ത് ചെയ്യുക? വർക്കിലേക്ക് വെക്കുക. അവരുടെ വാല്യൂ ട്രൂ ആക്കുക. ഇനി i = 2 പെർഫോം ചെയ്യുക, 3 വർക്ക് ചെയ്യുക, 4 ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓരോന്നിലും ചെയ്യുമ്പോൾ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതാണ് സേഫ് സീക്വൻസ്. ഓക്കെ, P1 ചെയ്ത് കഴിഞ്ഞാൽ P3 നമുക്ക് ട്രൂ ആയിട്ട് കിട്ടും, P4 കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെയും i = 0 തന്നെ പിന്നെയും പോവുക. ഓക്കെ, ആ ടൈമിൽ നമുക്ക് കണ്ടീഷൻ കറക്റ്റ് ആവുന്നുണ്ടോ നോക്കുക. ആവുന്നുണ്ടെങ്കിൽ then it can be performed. പിന്നെ അതുപോലെ i = 1 ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. i = 2 ചെക്ക് ചെയ്യുക. ഒന്നും കൂടെ 2 ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഓൾസോ ട്രൂ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അറ്റ് ലാസ്റ്റ് ഈ അൽഗോരിതം പെർഫോം ചെയ്യുമ്പോൾ ലാസ്റ്റ് നിങ്ങളുടെ ഈ വർക്കിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്ന വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് A 10 ആണ്, B 5 ഇൻസ്റ്റൻസ് ആണ്, C 7 ഇൻസ്റ്റൻസ് ആണെന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സി A will be 10 instance, B will be 5 instance, C will be 7. ഈ വാല്യൂ ആയിരിക്കും നിങ്ങൾക്ക് ഈ അൽഗോരിതം പെർഫോം ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുക സേഫ് സീക്വൻസിൽ. ഓക്കെ, ഇതാ ഇവിടെയും നിങ്ങൾക്ക് സേഫ് സീക്വൻസിൽ 10 5 7 തന്നെയാണ് വന്നത് ലാസ്റ്റ്. അതുപോലെ ഇവിടെയും ലാസ്റ്റ് എന്തിനാ വരിക? 10 5 7 തന്നെയാ വരിക. അത് ചെക്ക് ചെയ്താൽ മതി ചെയ്യുമ്പോൾ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാ വാല്യൂസും ട്രൂ ആയിട്ട് വരും. ട്രൂ ആയി കഴിഞ്ഞാൽ സീക്വൻസ് കിട്ടി. സീക്വൻസ് ഓക്കെ ആണെങ്കിൽ then the request can be granted immediately. ഇതാണ് പ്രോബ്ലം. ഓക്കെ ആണോ? മെസ്സേജ് ഓക്കെ ആണോ? Is it clear? Nivedya, Rasi, Abhishek, Aditya, Nasif, Nanda, Ritik, Vishnu, Yadav. Any doubts?
ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ ഈ പ്രോബ്ലം കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യേണ്ടി വന്നത്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, okay. This is the algorithm for deadlock avoidance. Okay, deadlock prevention നമ്മൾ പഠിച്ചു, then deadlock avoidance, and this is the Banker's algorithm used for deadlock avoidance. And inside Banker's algorithm we have two other algorithms, okay, that is used for deadlock avoidance. Okay, അപ്പോൾ അത് ആ സെക്ഷൻ കഴിഞ്ഞു. Next we have to study about deadlock detection. Okay, you have to, if the system does not have deadlock prevention or deadlock avoidance, then you have to check whether, you have to detect whether there is a deadlock in the system. Okay, നമ്മുടെ സിസ്റ്റത്തിൽ പ്രിവെൻഷൻ മെത്തേഡും ഇല്ല, അവോയ്ഡൻസ് മെത്തേഡും ഇല്ലെങ്കിൽ എന്തായാലും ഡെഡ്ലോക്ക് വരും. സോ അറ്റ് ദാറ്റ് ടൈം യു ഹാവ് ടു ചെക്ക് വെദർ ദ സിസ്റ്റം ഈസ് ഇൻ ഡെഡ്ലോക്ക് ഓർ നോട്ട്. അല്ലേ? കാരണം പ്രിവെൻഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യുന്നില്ല സിസ്റ്റം, അതുപോലെ അവോയ്ഡൻസ് ബാങ്കേഴ്സ് അൽഗോരിതം നമ്മൾ പെർഫോം ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തിൽ എന്തായാലും ഡെഡ്ലോക്ക് വരാം. സോ അത് ഡിറ്റക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു മെഷർ അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ ഇതാണ് ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെഡ്ലോക്ക് ഡിറ്റക്ഷന്റെ കേസിൽ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ടാണ് പഠിക്കേണ്ടത്. ഹിയർ വൺ ഈസ് സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് ഈച്ച് റിസോഴ്സ് ടൈപ്പും, അതുപോലെ സെവറൽ ഇൻസ്റ്റൻസസ് ഓഫ് റിസോഴ്സ് ടൈപ്പ്. അതായത് സിംഗിൾ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിസ്റ്റത്തിൽ എന്താണ് ABC എന്ന് പറഞ്ഞ റിസോഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒരാളാണ്. 1A 1B 1C ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, the technique is using wait for graph. Okay, ഒരു ഒറ്റ ഇൻസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ സിസ്റ്റത്തിൽ, ഓക്കെ, ആ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കാണ്. ഓക്കെ, that we will be discussing wait for graph. Okay, and if there are several instances of a resource, okay, that is if you are having 10A 5B 7C അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഉണ്ടെങ്കിൽ then you have to perform a detection algorithm. Okay, detection algorithm യൂസ് ചെയ്യേണ്ടി വരും. Okay, detection algorithm is almost similar to our safety algorithm. Okay, almost similar to safety algorithm. അപ്പോൾ സിംഗിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ വെയിറ്റ് ഫോർ ഗ്രാഫും, മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ സേഫ്റ്റി ഡിറ്റക്ഷൻ അൽഗോരിതം നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും ടു ഫൈൻഡ് ഔട്ട് വെദർ എ സിസ്റ്റം ഈസ് ഇൻ ഡെഡ്ലോക്ക് ഓർ നോട്ട്. ഓക്കെ, ഡെഡ്ലോക്ക് ഡിറ്റക്ഷൻ മെത്തേഡ്സ് ആണ് പറയുന്നത്. ഡെഡ്ലോക്ക് പ്രിവെൻഷൻ നമ്മൾ പറഞ്ഞു, ഡെഡ്ലോക്ക് അവോയ്ഡൻസ് നമ്മൾ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫും ബാങ്കേഴ്സ് അൽഗോരിതവും പറഞ്ഞു. അതുപോലെ ഡെഡ്ലോക്ക് ഡിറ്റക്ഷന്റെ കേസിൽ നമുക്ക് സിംഗിൾ ഇൻസ്റ്റൻസ് ആണെങ്കിൽ, ഒരു റിസോഴ്സിന്റെ ഒരു ടൈപ്പ് മാത്രമേ ഉള്ളൂ എങ്കിൽ, ദറ്റ് ഇസ് 1A 1B 1C 1D അങ്ങനെ ഒറ്റ ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് മാത്രമാണെങ്കിൽ then you have to use wait for graph. ഓക്കെ, വെയിറ്റ് ഫോർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് എ വാരിയേഷൻ ഓഫ് റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. സി, റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് നമുക്കറിയാം, there will be request edge, there will be assignment edge. Okay, so from this resource allocation graph you are drawing wait for graph. Okay, wait for, ഇതിൽ നിന്നാണ് wait for graph കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. So if there is a cycle in this wait for graph, then there is a deadlock. Okay, അതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിൽ സൈക്കിൾ വന്നു കഴിഞ്ഞാൽ തന്നെ there is a possibility for deadlock എന്ന് പറഞ്ഞു. അതുപോലെ റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫിന് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്, യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് എ വെയിറ്റ് ഫോർ ഗ്രാഫ് ആൻഡ് ബൈ എ സൈക്കിൾ ഡിറ്റക്ഷൻ അൽഗോരിതം. ഒരു സൈക്കിൾ ഡിറ്റക്ഷൻ അൽഗോരിതം പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് യു ഡിറ്റക്ട് എ സൈക്കിൾ ഇൻ ദിസ് ഗ്രാഫ് then there is a deadlock. ഓക്കെ, സൈക്കിൾ ഉണ്ടെങ്കിൽ ഡെഡ്ലോക്ക്, അത്ര മാത്രമേ നോക്കണ്ടുള്ളൂ. ഓക്കെ, സിംഗിൾ ഇൻസ്റ്റൻസിന്റെ കേസിലാണ് ഒറ്റൊരു ഇൻസ്റ്റൻസ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റ് ഫോർ ഗ്രാഫ് കണ്ടുപിടിക്കും. യു ആർ ഫൈൻഡിങ് വെയിറ്റ് ഫോർ ഗ്രാഫ് ഫ്രം റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ്. Okay, and here if there is in a cycle then there is a deadlock. That is the condition. So എങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ഫോർ ഗ്രാഫ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ റിസോഴ്സും പ്രോസസ്സും ഒക്കെ കാണിക്കുന്നുണ്ട്. വെയിറ്റ് ഫോർ ഗ്രാഫിൽ യു ആർ ഗോയിങ് ടു ലിസ്റ്റ് ഓൺലി ദ പ്രോസസ്. ഓക്കെ, എത്ര പ്രോസസ് ഉണ്ടോ ദാറ്റ് പ്രോസസ് ഓൺലി യു ആർ ഗോയിങ് ടു ലിസ്റ്റ്. ഓക്കെ, സോ ഹൗ യു ആർ ഫൈൻഡിങ് ദ എഡ്ജസ്. ഓക്കെ, എഡ്ജ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് PI to PJ. ഓക്കെ, ഒരു വെയിറ്റ് ഫോർ ഗ്രാഫിൽ ഇഫ് ദർ ഈസ് എൻ എഡ്ജ് PI implies PJ എന്ന് വെച്ചാൽ PI ഈസ് വെയിറ്റിംഗ് ഫോർ PJ എന്നാണ് അർത്ഥം. ഓക്കെ, ദാറ്റ് ഈസ്, നോക്കൂ, P1 നിന്ന് P2ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്, ദാറ്റ് മീൻസ് P1 ഈസ് വെയിറ്റിംഗ് ഫോർ P2. ഓക്കെ, എന്ന് വെച്ചാൽ P1 wants some resources that is held by P2.
അതായത് P2ന്റെ കയ്യിൽ ഒരു റിസോഴ്സ് ഉണ്ട്, ആ റിസോഴ്സ് ആർക്ക് വേണം? P1ന് വേണം. സോ P1 is waiting for P2. ഓക്കെ, അങ്ങനെ അതാണ് ആ ഒരു എഡ്ജ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് വെയിറ്റിംഗ് എന്ന് കാണിക്കുന്നതാണ് ആ എഡ്ജ്. ഓക്കെ, സോ ഹൗ യു ആർ ഗോയിങ് ടു ഡ്രോ ദ എഡ്ജ്? എങ്ങനെയാണ് എഡ്ജ് ഡ്രോ ചെയ്യുന്നത് വെച്ചാല്, സി കൺസിഡർ ഹിയർ P1 ആൻഡ് P2. ഇവിടെ P1 ഉം P2 മാത്രം ചെക്ക് ചെയ്യാം. ഓക്കെ, സി R1 എന്ന് പറഞ്ഞ റിസോഴ്സ്, ഓക്കെ, R1 എന്ന് പറഞ്ഞ റിസോഴ്സ് ഇറ്റ് ഈസ് ഹെൽഡ് ബൈ P2. ഓക്കെ, R1 ഇപ്പൊ ആരുടെ കയ്യിലാണുള്ളത്? P2ന്റെ കയ്യിലാണുള്ളത്. ഓക്കെ, നൗ P1 is requesting for R1. അല്ല, ഇത് റിക്വസ്റ്റ് എഡ്ജ് ആണ്, ഇത് അസൈൻമെന്റ് എഡ്ജ് ആണ്. സോ R1 is held by P2 and P1 is requesting for R1. Okay, so here P1 is waiting for P2. എന്നുവെച്ചാൽ എന്താണ്? P2 എന്ന് പറഞ്ഞ പ്രോസസ്സ് R1 റിലീസ് ചെയ്താൽ മാത്രമേ P1ന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് P1 will wait for P2. So in the wait for graph there will be an edge from P1 to P2. മനസ്സിലായോ? എപ്പോഴാണ് എഡ്ജ് വരുന്നത്? ഓക്കെ, ഇതാണ് P1 മുതൽ P1 to P2 ഒരു എഡ്ജ് എങ്ങനെയാ വന്നത്? സിൻസ് R1 is held by P2 and also P1 is requesting for R1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വെയിറ്റ് ഫോർ ഗ്രാഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? P1 to P2 ഒരു എഡ്ജ് കൊടുക്കാം. ഓക്കെ, സിമിലർലി P2 and P3. സി P2 and P3, R4 എന്ന് പറഞ്ഞ റിസോഴ്സ്, R4 is held by P3 and P2 is requesting for R4. Okay, so in the wait for graph there will be an edge from P2 to P3. Okay, P2 to P3, that is the edge. Next, see P2 P5. P2 P5 നോക്കൂ, R3 resource is held by P5. Okay, and P2 is requesting for R3. Okay, അപ്പോൾ P2 നിന്ന് P5ലേക്ക് ഒരു ഡയറക്റ്റ് എഡ്ജ് വന്നു. Okay, now check P3 P4. P3 P4 ഇതാണ്. See P3 P4ന്റെ കേസിൽ R5 resource is held by P4 and P3 is requesting for R5. Okay, അപ്പോൾ P3 നിന്ന് P4ലേക്ക് ഒരു വെയിറ്റിംഗ് എഡ്ജ് വന്നു. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? റിസോഴ്സ് അലോക്കേഷൻ ഗ്രാഫ് എന്ന് വെയിറ്റ് ഫോർ ഗ്രാഫ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, എപ്പോഴും അസൈൻമെന്റ് എഡ്ജും റിക്വസ്റ്റ് എഡ്ജും കൺഫ്യൂഷൻ ആവരുത്. റിസോഴ്സിന് പോകുന്ന എഡ്ജ് അസൈൻമെന്റും പ്രോസസ്സിന് പോകുന്ന എഡ്ജ് റിക്വസ്റ്റും ആണ്. ഓക്കെ, ദിസ് ഇസ് R1 is held by P2. അതുകൊണ്ടാണ് R1 ഇങ്ങോട്ടേക്ക് ഒരു എഡ്ജ് വന്നത്. ഇത് അസൈൻമെന്റ് എഡ്ജ് ആണ്. When P1 is requesting for R1, this is request edge. So ഇങ്ങനൊരു കേസ് ഉണ്ടെങ്കിൽ അവിടെ വെയിറ്റ് ഫോർ ഗ്രാഫിൽ there will be a direct link from P1 to P2. മനസ്സിലായോ? How you are going to draw the wait for graph from resource allocation graph? Clear ആണോ? Okay, so that is the case for single instance. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ, വെരി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇങ്ങനത്തെ സ്മോൾ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ വരുന്നത്. ഡെഡ് ബ്ലോക്കിന്റെ കേസിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡെഡ് ബ്ലോക്ക് സ്കോർ ചെയ്യാം. ബിക്കോസ് 9 മാർക്സിന്റെ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി വരുന്നത് സി ഡിറ്റക്ഷൻ അൽഗോരിതം, ഹൗ യു വിൽ ഡിറ്റക്ട് സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് റിസോഴ്സ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഡ്രോ ദ വെയിറ്റ് ഫോർ ഗ്രാഫ്. ക്വസ്റ്റ്യൻ എങ്ങനെയാ വരിക? യു ഹാവ് ഹൗ യു ആർ ഗോയിങ് ടു ഡിറ്റക്ട് ദ സിംഗിൾ ഇൻസ്റ്റൻസ് ഓഫ് എ റിസോഴ്സ്. സോ അതിന്റെ മെത്തേഡ് എഴുതണം. സോ വാട്ട് ഇസ് ദ മെത്തേഡ്? യു ഹാവ് ടു ഇംപ്ലിമെന്റ് വെയിറ്റ് ഫോർ ഗ്രാഫ്. ഓക്കെ, സോ ഡ്രോ ദിസ് എക്സാമ്പിൾ ആൻഡ് ഫൈൻഡ് ദ വെയിറ്റ് ഫോർ ഗ്രാഫ് ആൻഡ് യു എന്താണ് എഴുതേണ്ടത്? ഇഫ് യു ഫൈൻഡ് എ സൈക്കിൾ ഇൻ ദിസ് വെയിറ്റ് ഫോർ ഗ്രാഫ് ദെൻ ദർ വിൽ ബി എ ഡെഡ് ലോക്ക്. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ദാറ്റ് ഇസ് ദ കേസ് ഓഫ് സിംഗിൾ ഇൻസ്റ്റൻസ്. ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ ആണ്, മാറിപ്പോവരുത്. ഡെഡ് ലോക്ക് ഡിറ്റക്ഷന്റെ കേസ് ആണ് പറയുന്നത്. ഓക്കെ, സൈക്കിൾ ഉണ്ടെങ്കിൽ ദെൻ ഡെഡ് ലോക്ക്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് ഇസ് സെവറൽ ഇൻസ്റ്റൻസ്. സെവറൽ ഇൻസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ then you have to perform detection algorithm. Okay, that is similar to wait for graph. Okay, എന്താണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അവൈലബിൾ. ഇവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അവൈലബിൾ വെക്ടർ, അലോക്കേഷൻ വെക്ടർ, റിക്വസ്റ്റ് വെക്ടർ. അവൈലബിൾ വെക്ടർ എന്താണ്? നമ്പർ ഓഫ് റിസോഴ്സസ് അവൈലബിൾ അല്ലെ, ഓരോ ടൈപ്പിന്റെ എത്ര അവൈലബിൾ ആണ്, നേരത്തെ പഠിച്ചത് തന്നെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അലോക്കേഷൻ. അലോക്കേഷൻ ആണ് നമ്പർ ഓഫ് റിസോഴ്സസ് അലോക്കേറ്റഡ് ടു പ്രോസസ്. റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റിക്വസ്റ്റ് അല്ലെ, കറണ്ട് റിക്വസ്റ്റ് എത്രയാണ്, ഓരോ പ്രോസസ്സിന്റെയും കറണ്ട് റിക്വസ്റ്റ് എന്താണ്, അതാണ് റിക്വസ്റ്റ്. സോ നേരത്തെ നമ്മൾ ഡാറ്റ സ്ട്രക്ചർ 5 എണ്ണം പഠിച്ചു. ഇവിടെ നമുക്ക് 3 ഡാറ്റ സ്ട്രക്ചറേ വേണ്ടുള്ളൂ. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. 3 അവൈലബിളും അലോക്കേഷനും റിക്വസ്റ്റും.
അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിറ്റക്ഷൻ അൽഗോരിതം പെർഫോം ചെയ്യുന്നു. ഈ ഡിറ്റക്ഷൻ അൽഗോരിതത്തിൽ നമുക്ക് സെയിം ആണ്, ഓൾമോസ്റ്റ് സേഫ്റ്റി അൽഗോരിതം തന്നെ. നോക്കൂ, there will be two vectors work and finish of length m and n, work equal to available ആണ്. ഓക്കെ, ഇവിടെ കണ്ടീഷൻ എന്താണ്, ഫോർ i equal to 1 2 till n. ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര പ്രോസസ് ഉണ്ടോ അത്രയും പ്രോസസ്സിൽ വർക്ക് ചെയ്യണം. അലോക്കേഷൻ ഓഫ് i നോട്ട് ഈക്വൽ ടു 0, ഇതാണ് കണ്ടീഷൻ. ഈ കണ്ടീഷൻ മാത്രമേ ഡിഫറൻസ് ആയിട്ട് വരുന്നുള്ളൂ, റെസ്റ്റ് ഇസ് സെയിം. ഓക്കെ, ഇഫ് അലോക്കേഷൻ ഓഫ് i നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, അലോക്കേഷൻ ഓഫ് i നോട്ട് ഈക്വൽ, ഓരോ പ്രോസസ്സിന്റെയും അലോക്കേഷൻ നോക്കുക, അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫിനിഷ് വാല്യൂ ഫോൾസ് ആക്കി സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫിനിഷ് വാല്യൂ ട്രൂ ആക്കി സെറ്റ് ചെയ്യുക. ആ ഒരു കണ്ടീഷൻ മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. ഒന്നുമില്ല, ഇനീഷ്യലി ഫിനിഷ് ഫോൾസ് തന്നെയായിരിക്കും എല്ലാവരുടെയും. ഓക്കെ, അതാണ് കണ്ടീഷൻ വരുന്നത്. ഇനി എന്ത് ചെയ്യണം, ഫിനിഷ് ഫോൾസ് ആണ്, അതുപോലെ റിക്വസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണെങ്കിൽ, സെയിം ആസ് ദാറ്റ് ഓഫ് സേഫ്റ്റി അൽഗോരിതം. ഫിനിഷ് ഫോൾസ് ആണ്, അതുപോലെ റിക്വസ്റ്റ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്ക് ഈക്വൽ ടു വർക്ക് പ്ലസ് അലോക്കേഷൻ ചെയ്യാം, ഫിനിഷ് ട്രൂ ആക്കി സെറ്റ് ചെയ്യാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യും, എല്ലാ പ്രോസസ്സിനും കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ എന്താ ചെക്ക് ചെയ്യണേ, ഇഫ് ഫിനിഷ് ഓഫ് i ഈക്വൽ ടു ഫോൾസ് എന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ഫിനിഷ് എന്താണ്, ഫോൾസ് ആയി കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, ഫിനിഷ് ഫോൾസ് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ഫോർ സം i എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ഫിനിഷ് വാല്യൂ ഫോൾസ് ആണെങ്കിൽ സിസ്റ്റം എന്താണ്, ഡെഡ് ലോക്ക്ഡ് ആണ്. ഓക്കെ, സിസ്റ്റം ഈസ് ഡെഡ് ലോക്ക്, ദാറ്റ് ഇസ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോസസ് ഈസ് ഇൻ ഡെഡ് ലോക്ക്. ഓക്കെ, അതാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ലാസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഫിനിഷ് ഓഫ് i ഈക്വൽ ടു ഫോൾസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലാസ്റ്റ് നമ്മൾ ഏതെങ്കിലും ഒരാൾ ഫോൾസ് ആണെങ്കിൽ ദെൻ ദാറ്റ് ഇസ് ഡെഡ് ലോക്ക്. നമ്മുടെ സേഫ്റ്റി അൽഗോരിതം എന്ത് തന്നെയാണ് ചെക്ക് ചെയ്തത്, സി ഇത് തന്നെയാണ് സേഫ്റ്റി അൽഗോരിതം. നോക്കൂ, വർക്ക് ഈക്വൽ ടു അവൈലബിൾ, ഫിനിഷ് ഈക്വൽ ടു ഫോൾസ് ആക്കി വെച്ചു. ഓക്കെ, ഫിനിഷ് വാല്യൂ ഫോൾസും നീഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വർക്കും ആണെങ്കിൽ ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്യുക. പക്ഷെ ഇവിടെ നമ്മൾ ലാസ്റ്റ് എന്താ ചെക്ക് ചെയ്യണേ, ഫിനിഷ് ഓഫ് i ഈക്വൽ ടു ട്രൂ ആണ്, എല്ലാ പ്രോസസ്സിന്റെയും ഫിനിഷ് വാല്യൂ ട്രൂ ആണെങ്കിൽ സിസ്റ്റം സേഫ്. ഓക്കെ, സിസ്റ്റം സേഫ്, അതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ഡിറ്റക്ഷന്റെ കേസിൽ നമ്മൾ എന്താ നോക്കുന്നത്, നമുക്ക് ഡിറ്റക്ട് ചെയ്യണം അല്ലെ, യു ഹാവ് ടു ഡിറ്റക്ട് വെദർ ദർ ഈസ് എനി ഡെഡ് ലോക്ക് ഓർ നോട്ട്. സോ അവിടെ നമ്മൾ എന്താ ചെക്ക് ചെയ്യണേ, ഫിനിഷ് ഓഫ് i ഈക്വൽ ടു ഫോൾസ് ആണോ നമ്മൾ ഡിറ്റക്ട് ചെയ്യും. ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ഫിനിഷ് വാല്യൂ ഫോൾസ് ആണെങ്കിൽ സിസ്റ്റം ഈസ് ഇൻ ഡെഡ് ലോക്ക്. ഓക്കെ, അതാണ് ഡിറ്റക്ഷനിൽ ചെയ്യുന്നത്. സേഫ്റ്റിയിൽ ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്, സേഫ് ആണോന്ന് നമ്മൾ നോക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത്, എല്ലാ പ്രോസസ്സിന്റെയും ഫിനിഷ് വാല്യൂ എന്താണ്, ട്രൂ ആണോന്നാ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ട്രൂ ആണെങ്കിൽ സിസ്റ്റം സേഫ് ആണ്. ഡിറ്റക്ഷന്റെ കേസിൽ നമ്മൾ എന്താ ചെക്ക് ചെയ്യണത്, ഈ ഫിനിഷ് വാല്യൂ ഈക്വൽ ടു ഫോൾസ്, ഏതെങ്കിലും ഒരു പ്രോസസ്സിന്റെ ഫിനിഷ് വാല്യൂ, ഓക്കെ, ഏതെങ്കിലും ഒരാളുടെ ഫോൾസ് ആയാൽ തന്നെ സിസ്റ്റം എന്താണ്, ഡെഡ് ലോക്ക്ഡ് ആണ്, ആ പെർട്ടിക്കുലർ പ്രോസസ്സ് ഡെഡ് ലോക്ക് ആണ്. അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ അൽഗോരിതം. ഓക്കെ, ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ അൽഗോരിതം ഫോർ മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസിന്റെ കേസിൽ. ഓക്കെ, സോ സെയിം വർക്കിംഗ് സെയിം ആണ്, നമ്മൾ നേരത്തെ സേഫ്റ്റി അൽഗോരിതം ചെയ്ത സെയിം സീക്വൻസ് തന്നെയാണ് വരുന്നത്. സോ അത് നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് ഒരു ക്വസ്റ്റ്യൻ തരാം ഞാൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സേഫ്റ്റി അൽഗോരിതം തന്നെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ലാസ്റ്റ് ഫിനിഷ് വാല്യൂ മാത്രം നോക്കിയാൽ മതി. ഫിനിഷ് വാല്യൂ എല്ലാം ട്രൂ ആണെങ്കിൽ ദർ ഇസ് നോ ഡെഡ് ലോക്ക്. ഓക്കെ, ഏതെങ്കിലും ഒരാൾ ഫോൾസ് ആണെങ്കിൽ ദെൻ ഇറ്റ് ഇസ് ഇൻ ഡെഡ് ലോക്ക് സ്റ്റേറ്റ്. ഓക്കെ ആണോ ഈ അൽഗോരിതം? ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടെ പറയാം. ഇപ്പൊ ഓക്കെ ആണോ? ഇതുവരെ എടുത്തത് ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്തേ, കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ ആണല്ലോ? നബീൽ, ഓക്കെ, സോ അറ്റൻഡൻസ് പറഞ്ഞോളൂ. ആശിഷ്, അഭിനവ്, അഭിഷേക്, ആദിത്യ, ഐശ്വര്യ, അഖിൽ CV, അഖിൽ K, അമൽ, അമിന, അനൈന, അനിരുദ്ധ്, അഞ്ജിത, അനുജ, അനുപമ, ആരോമൽ, അർപ്പിത്, അരുൺദത്ത്, അശ്വിൻ, ഫസ്ന, ഫാത്തിമ, റംഷാദ, ഋതുൽ, ജരീഷ്, ഖദീജ, ലിഖിത്, മറിയം ലിയന, മിഥുൻ, നാസിഫ്, റാസി, മിൻഹാജ്, നിഹാൽ,
Sali, Shafiq, Sali absent. Okay, Shafiq, Nabil, Nanda, Nandita, Nivedya, Nuha, Prince, Rishikesh, Riswin, Ritik, Rohit, Safil, Sankirtana, Safil absent. Okay, Sarang, Sejal, Sevin, Shabin, and Shabin. Okay, Safil. Sevin absent. Sishaj, Present, teacher. Sishaj. Okay, Tanusri, Teja, Tulasi, Vaishnavi, Vishnu, Vaishna, Yadav, Anish, and Amal. Anish. So absent is Sevin, Tulasi, and Anish. Okay. ടീച്ചർ ഞാൻ പ്രസന്റ് പറഞ്ഞ നേരത്തെ. Oh, okay. Tulasi and Anish. Okay. Okay. Thank you.